ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോർഡിൻ്റെ കുഞ്ഞൻ വണ്ടി ഫിഗോയാണ്. നല്ല പവർഫുൾ ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പം പഴയ മോഡൽ വണ്ടിയാണ്, അതുകൊണ്ട് വലിയ വ്യത്യാസങ്ങളില്ല, എന്നാൽ പറയേണ്ട കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതിലൊന്നാണ് ഡിക്കി ഓപ്പൺ ചെയ്യുന്ന ബട്ടൺ. സ്റ്റിയറിങ്ങിൻ്റെ റൈറ്റ് സൈഡിൽ AC വെന്റിലിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ബട്ടണാണ്. ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിക്കി ബൂട്ട് ഓപ്പൺ ചെയ്യാം. അതേപോലെ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾ വരുന്നത് ഇവിടെ റൈറ്റ് സൈഡിലാണ്. റൈറ്റ് സൈഡിൽ AC വെന്റിലിൻ്റെ താഴെയായിട്ടാണ്. പിന്നെ ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യുന്നത് എപ്പോഴത്തെയും പോലെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ താഴെ റൈറ്റ് സൈഡിലായിട്ടാണ്. ഗിയർ ബോക്സിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ചാർജിങ് പോയിന്റ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്ററും വൈപ്പറും ആണ്. സാധാരണ വണ്ടികളിൽ വൈപ്പർ എന്ന് പറയുന്നത് ഇടത് സൈഡിലായിരിക്കും വൈപ്പറിൻ്റെ കൺട്രോൾ വരുന്നത്, ഇൻഡിക്കേറ്റർ ആയിരിക്കും റൈറ്റ് സൈഡിൽ വരുന്നത്. എന്നാൽ ഫോർഡിൻ്റെ വണ്ടികളിൽ ഭൂരിഭാഗം വണ്ടികളിലും എനിക്കറിയാവുന്ന വണ്ടികളിലൊക്കെ റൈറ്റ് സൈഡിലാണ് വൈപ്പർ സെറ്റിങ്സ് വരുന്നത്. ഫ്രണ്ട് വൈപ്പറും അതുപോലെ ബാക്ക് വൈപ്പറും ഈ ഒരു ലിവറിൽ തന്നെയാണ്. അതുപോലെ റിയർ വ്യൂ മിററിൻ്റെ സെറ്റിങ്സ് ഒക്കെ വരുന്നത് ഈ ഡോറിൽ തന്നെയാണ്, റൈറ്റ് സൈഡ് ഡോറിൽ തന്നെയുണ്ട്. ഇലക്ട്രോണിക്കലി നമുക്ക് 2 മിററും കൺട്രോൾ ചെയ്യാൻ പറ്റും ഇവിടുന്ന് തന്നെ. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ലിവർ കൊടുത്തിരിക്കുന്നത് ഗ്ലൗ ബോക്സിൻ്റെ താഴെയാണ്, ഇടതുവശത്താണ്. അത് നോട്ട് ചെയ്യുക. അതുപോലെ ഈ ഒരു വണ്ടിയിൽ സെൻട്രൽ ലോക്ക് സിസ്റ്റവും കുറച്ച് ഡിഫറെൻ്റ് ആണ്. എല്ലാ ഡോറിലും ലോക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇതിപ്പോൾ അൺലോക്ക് മോഡാണ്, ഇത് ലോക്ക് മോഡാണ്. ഉള്ളിലേക്ക് തള്ളി വെച്ച് കഴിഞ്ഞാൽ ലോക്കാണ്. അതേപോലെ അൺലോക്ക് ചെയ്യാൻ ഇങ്ങോട്ട് പുറകോട്ടും ലൈറ്റായിട്ട് വലിച്ചാൽ മതി. ഫുള്ളായിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഡോർ തന്നെ ഓപ്പൺ ചെയ്യാം. പിന്നെ ഓഡോമീറ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതിൽ ടോട്ടൽ റണ്ണിങ് കിലോമീറ്റർ, അതുപോലെ ട്രിപ്പ്, പിന്നെ ഇപ്പോൾ ഉള്ള ഫ്യൂവലിൽ എത്ര കിലോമീറ്റർ വരെ പോകും, ഈ 3 ഡീറ്റെയിൽസാണ് അതിൽ കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്പീഡോമീറ്റർ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ RPM ലെഫ്റ്റ് സൈഡിലായിട്ടുണ്ട്. ഫ്യൂവൽ ഗേജ് ഈ സ്പീഡോമീറ്ററിൻ്റെ തൊട്ട് താഴെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ വിശേഷം. താങ്ക്